നമ്മൾ എവിടെ പോവാ? എടാ പോന്നേ? എങ്ങനെ പോന്നേ? എങ്ങനെ പോന്നേന്ന് പറ. ബസ്സിലാണോ കാറിലാണോ വൈശുക്കുട്ടിക്ക് പോവാൻ? കാറിൽ പോവാം. ഓക്കെ, വൈശുക്കുട്ടി ഗുഡ് ഗേൾ ആയിട്ട് ഇരിക്കുവോ? വഴക്കൊന്നും ആക്കരുത്. ഹേ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നും കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് വൈഷുവായിട്ടോ കേട്ടോ പുറത്ത് പോകുന്നത്. അപ്പോൾ കാറിൻ്റെ കൂടെ ഞങ്ങൾ കാർ സീറ്റും കൂടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈഷുവായിട്ട് പോകേണ്ടതുകൊണ്ട് നാട്ടിൽ പോയ സമയത്ത് ഇവൾ കാർ സീറ്റിലൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇവൾ കാർ സീറ്റിൽ ഇരിക്കുമോ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിന് ഓപ്പോസിറ്റ് ആട്ടോ നടന്നത്. അവൾ കാർ സീറ്റിൽ ഇരിക്കാനും കാറിലൊക്കെ പോകാൻ നല്ല സന്തോഷത്തിലായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവൾ പ്രശ്നമാക്കുന്നത് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം ഈ എന്താന്ന് പറ്റിയെന്ന് അറിഞ്ഞൂടെ, അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ കാർ സീറ്റ് കണ്ടപ്പോഴും കാറിൽ കയറിയപ്പോഴൊക്കെ. പിന്നെ ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പും മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇൻഡോറിൽ എന്തെങ്കിലും നോക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോകുമ്പം അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. ഇൻഡോറിലൊരു ചെറിയ സൂ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ ഒരു കാർ സീറ്റിൻ്റെ ബെൽറ്റ് ഇടാൻ ഞങ്ങൾ കുറേ സമയം എടുത്തു കേട്ടോ. പിന്നെ യൂട്യൂബൊക്കെ നോക്കി എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കാറിൻ്റെ ആ ഒരു ബെൽറ്റും കൂടി ഞങ്ങൾ പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛ വരും. ഞാനും നന്ദു ഉറപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇവൾ എന്തായാലും കാർ സീറ്റിൽ ഇരിക്കത്തില്ല, നമുക്ക് പണി കിട്ടും എന്നുള്ളത്. അഥവാ എങ്ങനെയെങ്കിലും കാർ സീറ്റിൽ ഇരുത്തിയാലും ഞാൻ പുറകെ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാറിൽ യാത്ര ചെയ്യാനൊക്കെ. We are going in a car. Yes. Yes, yes, yes. Yes, baby. Yay, yay, yay. Do you like it, baby? ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോഗ് ഉണ്ടായിരുന്നേ. റോഡൊക്കെ അത്യാവശ്യം ഇങ്ങനെ മൂടി കിടക്കുമായിരുന്നു. മുന്നോട്ട് പോകും തോറും ഇങ്ങനെ ഫോഗ് കൂടിക്കൂടിയാട്ടോ വന്നത്. അപ്പം ഞങ്ങൾ വന്നത് ഈ എൽസിൻബർഗിലുള്ള ഇൻഡോറിൽ തന്നെയുള്ള ഒരു ചെറിയൊരു സൂവിലാട്ടോ. വരുന്ന വഴി തന്നെ വൈഷു കാറി ഇരുന്ന് അത്യാവശ്യം നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. എന്താണെന്നറിയില്ല, എനിക്ക് ഈ ലംബോർഗിനി കാണുമ്പോഴൊക്കെ പൃഥ്വിരാജിനെ ആട്ടോ ഓർമ്മ വരുന്നത്. അപ്പം ഇത് ഇൻഡോറിലുള്ള ഒരു ചെറിയ സൂവാ. പിന്നെ വൈഷുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഈ ഫിഷിനെയും ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് അത്യാവശ്യം മഴയും തണുപ്പും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇൻഡോറിലുള്ള എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്.
What's that sound? Yes, this way. 자, 이제 잡이 잡아mek. Don't touch, don't touch. ഇത് ശരിക്കും വളരെ ചെറിയൊരു സൂ ആയിരുന്നു കേട്ടോ. വളരെ കുറച്ച് ആനിമൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉണ്ടായിരുന്ന എല്ലാം ഈ ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. മിക്കതും കൂട്ടിനകത്തൊന്നും അല്ലായിരുന്നു, ഇങ്ങനെ പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മുടെ തലയുടെ മണ്ടയ്ക്കൂടൊക്കെ തന്നെ ആയിരുന്നു അതെല്ലാം പോകുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ അടുത്തൊരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് വൈഷുവിന് ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളും എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചായിരുന്നു കയറിയത്. പക്ഷേ അവിടെ നമുക്ക് പറ്റിയതൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവൾക്ക് അവിടുന്ന് കയറിയതുകൊണ്ട് ഒരു ഐസ്ക്രീം മാത്രം മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ കയറി കേട്ടോ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അതാ തിരിച്ചു പോകുമ്പോഴും അത്യാവശ്യം നല്ല ഫോഗായിരുന്നു കേട്ടോ റോഡൊക്കെ. എനിക്കും നന്ദുവിനും ഇങ്ങനെ റോഡ് ട്രിപ്പ് പോകാൻ നല്ല ഇഷ്ടമുള്ള രണ്ടാൾക്കാരാട്ടോ. ഒരേപോലെ ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ റോഡ് ട്രിപ്പ് പോകാൻ, അതും ഇങ്ങനെ സീനറിയൊക്കെ കണ്ടുപോകാൻ നല്ല ഇഷ്ടമാണ്. റോഡൊക്കെ നല്ല റോഡായിരുന്നു കേട്ടോ. കാഴ്ചയൊക്കെ കണ്ടുപോകാൻ പറ്റിയ നല്ല റോഡായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു കേട്ടോ. ഞാൻ പറയായിരുന്നു ക്ലൈമറ്റ് കുറച്ചുകൂടി നല്ലതായിരുന്നു, കുറച്ചുകൂടി എൻജോയ് ചെയ്യായിരുന്നു എന്നുള്ളത്. പക്ഷേ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടൊക്കെ പോയപ്പോൾ ക്ലൈമറ്റ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ മൊബൈലിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു കടയിൽ ആദ്യമായിട്ടാട്ടോ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ റീസെൻ്റ്ലി ഓപ്പൺ ആയതാണെന്ന് തോന്നുന്നു. ഈ ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് വേണം പറയാനായിട്ട്. അപ്പം ഇവിടെ നമ്മുടെ ഇന്ത്യൻ കുറേ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജിലേബി, ഗുലാബ് ജാം, അങ്ങനെ കുറേ സാധനങ്ങൾ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ തിരിച്ചു പോകാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടേക്കോ ചുമ്മാ ഒന്ന് വട്ടം കറങ്ങിയെന്ന് വേണേൽ പറയാം. നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രിയിൽ ഇങ്ങനെ കാറിൽ ട്രാവൽ ചെയ്യാൻ തന്നെ, ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഞാൻ നന്ദുവിൻ്റെ അടുത്ത് പറയാം തിരിച്ച് പോകേണ്ടത് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകും, കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം എന്തോ അറിയില്ല, തിരിച്ച് വീട്ടിലോട്ടേ പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല.
അപ്പം ഞങ്ങൾ കാറ് റെൻറ്റിനെടുത്തത് 2 ദിവസത്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ എന്നേ പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലം കേട്ടോ സുദർശൻ നാഷണൽ പാർക്ക്. ഈ സ്ഥലം അങ്ങനെയാണോ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ പല സ്വീഡിഷ് വേർഡ്സും ഇംഗ്ലീഷിൽ തന്നെ കേട്ടോ വായിക്കാറ്. കണ്ടാൽ സെയിം നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പോലൊക്കെ ഇരിക്കും കേട്ടോ ഇവിടുത്തെ വേർഡ്സും. പക്ഷേ അത് പ്രൊനൗൺസ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുത്തും കോമയും വരെയൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഈ അവിടുത്തെ സ്ഥലത്തിൻ്റെ കുറേ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നന്ദുവിന് എന്നേ കാണണമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. കുറച്ച് സീനറിയും വ്യൂ പോയിൻ്റൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ക്ലൈമറ്റും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ കൺട്രി റോഡൊക്കെ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ ട്രെയിനിലും ബസ്സിലൊക്കെ പോകുമ്പം ഞങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഇതുവഴി ഇങ്ങനെ കാറിൽ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത്. ഐഷക്കുട്ടി ശരിക്കും പറഞ്ഞാൽ കാണണമെന്ന് വിചാരിച്ച് വന്നതൊന്നും കാണാൻ പറ്റിയില്ലെന്ന് വേണം പറയാനായിട്ട്. കാരണം നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്ന് മേളിലോട്ട് പോയാലാട്ടോ കുറച്ചുകൂടി വ്യൂ പോയിൻറ്റും സീനറിയൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ഇതുവഴി ഇങ്ങനെ സ്ട്രോളർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഒന്നേ ഞാനോ നന്ദോ അവളെ ഇങ്ങനെ മാറി മാറി എടുക്കേണ്ടി വരും. അതെന്തായാലും റിസ്ക്കാണ്. നമുക്ക് അത്രയും മേളിലോട്ടൊക്കെ കയറുമ്പം നമുക്ക് അവളെ എടുത്തുകൊണ്ട് കയറാൻ പാടായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ആ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ എപ്പോഴെങ്കിലും അല്ലെ വൈഷുവിനെ സ്കൂളിലെല്ലാം ആക്കിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടി മാത്രം വരാനേ പറ്റത്തുള്ളൂ. അതും പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം ദൂരം ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ തിരിച്ച് അവളെ വിളിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് എത്താൻ പറ്റിയില്ല, നമുക്ക് ടെൻഷൻ ആവുമല്ലോ. അതുകൊണ്ട് എന്തായാലും മേളോട്ട് കയറണ്ടാന്ന് വിചാരിച്ച് പിന്നെ പോകാൻ നേരത്ത് അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തന്നെ. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ പിസയും വൈഷുവിന് ചിക്കൻ നഗറ്റ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. എന്തായിരുന്നു അറിയില്ല, വിശന്നിരുന്ന് കഴിച്ചിട്ടാണോ എന്തോ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ആ പിസയ്ക്ക്. ഞാൻ ഇവിടെ വന്നതിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പിസയായിരുന്നെന്ന് പറയാം. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ വൈഷു ഒന്ന് ഓണായെന്ന് പറയാം. അതുവരെ അവൾ ഇങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഇങ്ങനെ മാറി മാറി ഇരിക്കുമായിരുന്നു, താഴോട്ട് ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ അവൾക്ക് അവിടെ ഉള്ളതിനകത്തൊക്കെ കയറണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശിയായിരുന്നു കേട്ടോ. പക്ഷെ മിക്കതും ക്ലോസ്ഡ് ആയിരുന്നു, കുഞ്ഞുങ്ങൾക്ക് കയറാൻ പറ്റുന്നതൊക്കെ. എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് അവരിങ്ങനെ റിബൺ കെട്ടി കയറാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയാണ് വൈഷുവിനെ അവിടെ നിന്ന് വിളിച്ചിട്ട് വന്നത്. പിന്നെ നമുക്ക് അവിടെ ആ താഴെയൊക്കെ കുറച്ച് കാര്യങ്ങളെ കാണാൻ പറ്റിയോളെങ്കിലും അതൊക്കെ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ആ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഒരു ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്, രസമുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ബൈ.